അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനികവും നയതന്ത്രപരവുമായ പോരാട്ടം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അത്യന്തം അപകടകരമായ നീക്കങ്ങളാണ് പേർഷ്യൻ കടലിടുക്കും അറബിക്കടലുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകൾ വാഷിംഗ്ടണിനെയും പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നതാണ്. അമേരിക്കയുടെ അഭിമാനമായി കരുതപ്പെട്ടിരുന്ന പടക്കപ്പലുകൾ ഇറാൻ സൈന്യം തകർത്തു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ആധിപത്യത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് ഇറാൻ ഈ സൈനിക നീക്കം നടത്തിയത്. അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ നാവികസേനയുടെ കരുത്തായിരുന്ന കപ്പലിന് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മുൻപ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഇറാനുമായുള്ള ബന്ധം നേരത്തെ തന്നെ വഷളായതാണ്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ട്രംപിന് നേരിടേണ്ടി വരുന്ന ഈ കനത്ത നഷ്ടം അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാകുന്നു. ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങളും ഭീഷണികളും മുഴക്കുന്ന ട്രംപിന്റെ നയങ്ങൾക്കുള്ള മറുപടിയാണ് ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപം നടന്ന ഈ സൈനിക നടപടി ആഗോള എണ്ണ വിപണിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതകളിൽ ഒന്നായ ഇവിടെ ഇറാൻ കാണിക്കുന്ന ഈ കരുത്ത് അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നു. അത്യാധുനിക റഡാറുകളെയും പ്രതിരോധ സംവിധാനങ്ങളെയും വെട്ടിച്ച് ഇറാൻ തൊടുത്തുവിട്ട ഹൈപ്പർസോണിക് മിസൈലുകൾ അമേരിക്കൻ കപ്പലിന്റെ ഹൃദയഭാഗത്ത് തന്നെ തുളച്ചു കയറി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഈ സൈനിക വിജയത്തെ തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാര സംരക്ഷണമായാണ് കാണുന്നത്. അമേരിക്കൻ ഡ്രോണുകളെയും കപ്പലുകളെയും നിരീക്ഷിക്കാൻ ഇറാൻ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഫലമാണിത്. തങ്ങൾക്കെതിരെ നീങ്ങുന്ന ഏതൊരു വിദേശ ശക്തിയെയും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ശേഷിയുണ്ടെന്ന് ഇറാൻ ഇതിലൂടെ തെളിയിച്ചു. ഇത് കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറിക്കഴിഞ്ഞു. വാഷിംഗ്ടണിൽ ഈ വാർത്ത വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്റെ പ്രതിച്ഛായക്കേറ്റ വലിയ മങ്ങലാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി മുന്നോട്ട് പോകുന്ന അദ്ദേഹം വിദേശ രാജ്യങ്ങളിലെ സൈനിക ചെലവുകളെ കുറിച്ച് പലപ്പോഴും ആകുലപ്പെടാറുണ്ട്. എന്നാൽ ഒരു പടക്കപ്പൽ തന്നെ നഷ്ടപ്പെടുക വഴി കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ട്രംപിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇറാൻ നടത്തിയ ഈ ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിതമായ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അമേരിക്കൻ നാവികസേനയുടെ ആശയവിനിമയ സംവിധാനങ്ങൾ ജാം ചെയ്തുകൊണ്ടാണ് അവർ ആക്രമണം തുടങ്ങിയത്. ഇതോടെ കപ്പലിലെ സൈനികർക്ക് സഹായത്തിനായി ബന്ധപ്പെടാൻ പോലും സാധിക്കാത്ത സാഹചര്യമുണ്ടായി. ഇറാന്റെ അത്യാധുനിക ടോർപിഡോകൾ കപ്പലിന്റെ അടിഭാഗത്ത് വിള്ളലുകൾ ഉണ്ടാക്കിയതോടെ കപ്പൽ നിയന്ത്രണം വിട്ട് ഒഴുകാൻ തുടങ്ങി. അമേരിക്കയുടെ സൈനിക ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും ഇത്രയും ദയനീയമായ ഒരു പരാജയം നേരിട്ടിട്ടില്ല. പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളും ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇസ്രയേൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ പോലും സുരക്ഷിതമല്ലെങ്കിൽ തങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഇറാന്റെ സൈനിക കരുത്ത് ലോകം വിചാരിച്ചതിലും അപ്പുറമാണെന്ന് ഈ ആക്രമണത്തിലൂടെ വ്യക്തമായി. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയം എപ്പോഴും ഇറാനെതിരായിരുന്നു. ആണവ കരാറിൽ നിന്ന് പിന്മാറിയതും ഇറാൻ സൈനിക തലവൻ ഖാസിം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടതും ട്രംപായിരുന്നു. ഇതിനൊക്കെയുള്ള പകവീട്ടലായിട്ടാണ് ഇറാൻ ഈ ആക്രമണത്തെ കാണുന്നത്. അമേരിക്കയുടെ അഹങ്കാരം തകർക്കുക എന്നതായിരുന്നു ഇറാന്റെ ലക്ഷ്യം. ഈ സൈനിക നടപടിയെ തുടർന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ്. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇനിയും പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും കപ്പലിന്റെ പ്രധാന ഭാഗങ്ങൾ തകർന്നതായും നിരവധി ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമായും ഉറപ്പായിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിരോധ കപ്പലുകളിൽ ഒന്നിന് ഇത്തരമൊരു അവസ്ഥ വന്നത് പെന്റഗണിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഈ നഷ്ടം രാഷ്ട്രീയമായും വലിയ തിരിച്ചടിയാണ്. തന്റെ ഭരണകൂടം അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് നടന്ന ഈ സംഭവം അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളെ തകിടം മറിച്ചു. ഇറാനുമായി ഒരു ഒത്തുതീർപ്പിന് അദ്ദേഹം തയ്യാറാകുമോ അതോ സൈനികമായി തിരിച്ചടിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ അത്യന്തം ആത്മവിശ്വാസം നിറഞ്ഞതാണ്. തങ്ങളുടെ സൈനികർക്ക് ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ സാധിക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് പ്രസ്താവിച്ചു.
ആധുനിക യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ ഇറാൻ എത്രത്തോളം മുന്നിലാണെന്ന് ഈ ആക്രമണം തെളിയിക്കുന്നുണ്ട്. തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോണുകളും മിസൈലുകളുമാണ് അവർ ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത്. അമേരിക്കൻ പടക്കപ്പലിന്റെ തകർച്ച ഒരു വൻ സാമ്പത്തിക നഷ്ടമാണ്. ഒരു കപ്പൽ നിർമ്മിക്കാൻ എടുക്കുന്ന വർഷങ്ങളും അതിനായി ചെലവഴിക്കുന്ന കോടിക്കണക്കിന് ഡോളറുകളും വെറുതെയാകുന്നത് ട്രംപിന് സഹിക്കാനാവില്ല. അമേരിക്കൻ നാവികസേനയുടെ തന്ത്രപ്രധാനമായ പ്ലാനുകളും രഹസ്യരേഖകളും ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാൻ സാധ്യതയുണ്ടെന്ന ഭീതിയും ഉയർന്നുണ്ട്. ഇറാൻ ഈ ആക്രമണത്തിനായി തെരഞ്ഞെടുത്ത സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ ഘട്ടത്തിൽ തങ്ങളുടെ കരുത്ത് കാട്ടാൻ ഇറാൻ ശ്രമിക്കുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സാന്നിധ്യം ഇല്ലാതാക്കുക എന്ന വലിയ ലക്ഷ്യത്തേക്കുള്ള ഒരു പടി മാത്രമാണിത്. അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിനും ഇത് ഭീഷണിയാകുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഗ്രേറ്റ് അമേരിക്ക എന്ന സ്വപ്നത്തിന് ഈ സംഭവം വലിയൊരു തടസ്സമാണ്. ആഗോളവേദിയിൽ അമേരിക്കയുടെ സ്വാധീനം കുറഞ്ഞു വരുന്നതിന്റെ സൂചനയാണത്. ഈ വിഷയത്തിൽ ട്രംപിന്റെ വരാനിരിക്കുന്ന പ്രസ്താവനകൾക്കായി കാത്തിരിക്കുകയാണ് ലോകം. കനത്ത നഷ്ടം സഹിച്ചുകൊണ്ട് അദ്ദേഹം മൗനം പാലിക്കുമോ അതോ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമോ? ട്രംപിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം കടുത്ത നടപടികൾക്ക് മുതിരാൻ സാധ്യതയുണ്ട്. എന്നാൽ സൈനികമായും സാമ്പത്തികമായും ഇറാൻ ഇപ്പോൾ പണ്ടത്തേക്കാൾ കരുത്തരാണ്. ഇറാൻ വികസിപ്പിച്ചെടുത്ത മിസൈൽ സാങ്കേതിക വിദ്യ അമേരിക്കൻ കപ്പലുകളെ തുളയ്ക്കാൻ ശേഷിയുള്ളതാണെന്ന് ഈ ആക്രമണത്തോടെ വ്യക്തമായി. കപ്പലിന്റെ ലോഹ കവചങ്ങൾ പോലും ഇറാന്റെ ആധുനിക മിസൈലുകൾക്ക് മുൻപിൽ തകർന്നുപോയി. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങളെ പുനർചിന്തനത്തിന് വിധേയമാക്കേണ്ട സമയമാണിതെന്ന് പല രാഷ്ട്രീയ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ബലപ്രയോഗത്തിലൂടെ രാജ്യങ്ങളെ അടിച്ചമർത്തുന്ന രീതി ഇനി വിജയിക്കില്ല. ഇറാന്റെ ഈ പ്രത്യാക്രമണം അതാണ് വ്യക്തമാക്കുന്നത്. പേർഷ്യൻ ഗൾഫിലെ ജലപ്പരപ്പിൽ ഇപ്പോൾ പുകമഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ്. തകർക്കപ്പെട്ട കപ്പലിൽ നിന്നുള്ള തീയും പുകയും മൈലുകളോളം ദൂരത്തേക്ക് കാണാം. ഇറാൻ സൈന്യം ആ പ്രദേശം പൂർണ്ണമായി വളഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ വിമാനങ്ങൾ കപ്പലിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പേടിച്ച് അവർക്ക് താഴ്ന്നു പറക്കാൻ കഴിയുന്നില്ല. ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ നീക്കവും ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുകയാണ്. ഈ വലിയ സൈനിക നഷ്ടം എങ്ങനെ പരിഹരിക്കുമെന്നതിനെ കുറിച്ച് അദ്ദേഹം തന്റെ ഉപദേശകരുമായി ചർച്ചകൾ നടത്തിവരുന്നു. സൈനിക നഷ്ടത്തോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യതയ്ക്കും ഇത് വലിയ പരിക്കേൽപ്പിച്ചു. ഇറാന്റെ ഈ നീക്കം അമേരിക്കയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പാണിത്. സ്വന്തം അതിരുകൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തങ്ങൾ തയ്യാറാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പടക്കപ്പൽ കീറി മുറിച്ച നടപടി ട്രംപിന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരും. പശ്ചിമേഷ്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും ലോകം ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണെന്ന് ഉറപ്പാണ്.